കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനം പഠിക്കുമ്പം ഒരു കാര്യം വ്യക്തമാണ്. ഗലാത്യ സഭയിൽ വന്ന അതേ രീതിയിലുള്ള പ്രശ്നം എല്ലാ തലമുറകളിലും ക്രിസ്തു സഭയിൽ കടന്നു വരാറുണ്ട്. വേർപാട് സഭയിലും കടന്നു വന്നിട്ടുണ്ട്. വേർപാട് സഭയിലും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. മുൻപോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. വേർപാട് സഭകളിൽ നിന്ന് തന്നെ ഒരു കൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കൾട്ടിന്റെ പേര് എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്നാണ്. ഈ കൾട്ടിന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ കർത്തൃമേശ സഭയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അത് കർത്താവിന്റെ മേശയല്ല, സഭയുടെ മേശയാണ്. അതുകൊണ്ട് സഭയ്ക്ക് പൂർണ്ണ അതോറിറ്റി ഉണ്ട്. ഈ എക്സ്ക്ലൂസീവ് ബ്രദറൻ സഭകളിലൊക്കെ പുതിയ ഒരാൾ ചെന്നു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും സഭയിലെ സക്രിയമായ മെമ്പേഴ്സ് ആണെങ്കിൽ പോലും 3 മാസം 6 മാസം ചിലപ്പോൾ 1 വർഷമൊക്കെ തിരുവത്താഴ് അവർ അനുവദിക്കത്തില്ല. അവർ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർത്തിയായി കഴിയുമ്പോഴേ അവർ ഈ പുതിയ മെമ്പേഴ്സിന് കർത്തൃമേശ അനുവദിക്കത്തുള്ളൂ. ഇത് ഒന്നാമത് വേർപാട് പ്രസ്ഥാനം എന്തിനു വേണ്ടി നിൽക്കുന്ന അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ്. 2, മനുഷ്യ നിർമ്മിത ആചാരങ്ങൾ ചടങ്ങുകൾ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഒരു എക്സാമ്പിളാണ്. ദൈവവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വിശ്വാസികൾക്ക് ക്രിസ്തു സഭയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ചില നിയമങ്ങളൂടെ കൊണ്ടുവരണം, ചില നിയന്ത്രണങ്ങളൂടെ കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ടാകും. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. പുതിയ നിയമസഭയിൽ വിജാതീയരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളുടെ ജീവിതത്തിൽ യഹൂദന്മാർക്ക് ഓബ്ജക്ഷൻ ഉള്ള പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ വായിക്കുമ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. അപ്പൊ യഹൂദന്മാർക്ക് ഓബ്ജക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ വിജാതീയരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു. അപ്പം ഈ പരീശ പക്ഷക്കാരുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അവർ ന്യായപ്രമാണം അനുസരിക്കാത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അവരെ ന്യായപ്രമാണത്തിന് കീഴിൽ കൊണ്ടുവരണം. അങ്ങനെ ന്യായപ്രമാണത്തിന് കീഴിൽ അവരെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ആദ്യ പടി പരിച്ഛേദനയാണ്. ഈ ഗലാത്യയില് ഉണ്ടായിരുന്ന അതേ പ്രശ്നം ഇന്ന് എല്ലാ സഭകളിലും ഉണ്ട്, വേർപാട് സഭകളിലും ഉണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗലാത്യ പ്രശ്നത്തെ നമ്മുടെ സഭകളിൽ അടിച്ചേൽപ്പിക്കരുത്. ആരെങ്കിലും അടിച്ചേൽപ്പിച്ചാൽ അതിനെ അനുമോദിക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖന 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് 21-ാം വാക്യം, ഗലാത്യർ 2:21. ഗലാത്യർ 2-ാം അധ്യായത്തിന്റെ 6-ാം സെക്ഷൻ 17 തൊട്ട് 21 വരെയാണ് എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ 17 തൊട്ട് 21-ൽ ന്യായപ്രമാണത്തിന്റെ പങ്കെന്ത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പങ്കെന്ത് എന്ന് ദൈവാത്മാവ് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പൊ 2-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഇത് ആശയവിനിമയത്തിന്റെ ഒരു ടെക്നീക്കാണെന്ന് ആദ്യമേ ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ എഴുത്തുകാരൻ ഈ പറയുന്ന പ്രിൻസിപ്പിൾ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് പ്രതീക്ഷിക്കുന്നത് ഇത് വായിക്കുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യും എന്നാണ്.
അപ്പം ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ചെന്നുള്ള ആ വിഷയം, കർത്താവായ യേശു ക്രിസ്തു മരിക്കേണ്ടി വന്നു എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൽ വളരെ വ്യാപകമായിട്ട് അറിയപ്പെട്ട ഒരു കാര്യമാണ്. വളരെ വൈഡായിട്ട് അറിയപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ ആക്ടിവിറ്റീസിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നും കർത്താവ് ദൈവമായതുകൊണ്ട് രാജാതിരാജാവും കർത്താതി കർത്താവാണെന്നുള്ളത് യഹൂദന്മാര് മാത്രമല്ല വിജാതിയരും മനസ്സിലാക്കിയിരുന്നു. രക്ഷിക്കപ്പെട്ടവരും മാത്രമല്ല കർത്താവിനെ എതിർത്തവരും മനസ്സിലാക്കിയിരുന്നു. അപ്പം ഇവരെല്ലാം പ്രതീക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരെ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിട്ട് കർത്താവ് ഭരിക്കുമെന്നായിരുന്നു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവ്, 5 അപ്പം കൊണ്ട് 5000 ആളുകളെ പോഷിപ്പിച്ച കർത്താവ്, മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത മറ്റ് അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്ത കർത്താവിനെ യഹൂദന്മാർ പിടിച്ച് കൊന്നുകളയും എന്നാർക്കും വിശ്വസിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക്, 5 അപ്പം കൊണ്ട് 5000 ആളുകളെ പോഷിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് തന്നെത്താൻ യഹൂദന്മാരുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് യഹൂദന്മാർ ആ വ്യക്തിയെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചാൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള ഒരു ചോദ്യം വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു. ഈവൻ കർത്താവിന്റെ സ്വന്തം ശിഷ്യന്മാര്, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ 12 പേരെന്നുള്ള അർത്ഥത്തിലല്ല, കർത്താവ് അതിനേക്കാൾ വലിയൊരു ശിഷ്യവ്യൂഹമുണ്ടായിരുന്നു. അതിൽ പലർക്കും അതൊരു സംശയമായിരുന്നു. പുതിയ നിയമത്തിലെ ബുക്സ് വന്നു കഴിഞ്ഞപ്പോഴാണ് വിഷയമൊക്കെ അവർക്കൊന്നും വ്യക്തമായത്. സോ ഈ വ്യക്തി മരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ദൈവാത്മാവ് പറയുന്നത്, ന്യായപ്രമാണത്താൽ നീതി വരുന്നെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അല്ലെങ്കിൽ അവരുടെ മനസ്സില് കർത്താവ് ആരാണെന്നുള്ളതും കർത്താവ് എന്തിനു മരിച്ചു എന്ന് വ്യക്തമാകുന്നതിന് മുൻപ് വരെ ഇത്രയും ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് മരിച്ചു എന്ന കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവർക്കാണത് മനസ്സിലായത്, കർത്താവ് എന്തുകൊണ്ട് മരിക്കേണ്ടി വന്നെന്ന്. എന്നാൽ അങ്ങനെ കർത്താവ് എന്തുകൊണ്ട് മരിക്കേണ്ടി വന്നു എന്ന് വ്യക്തമായിട്ട് ദൈവാത്മാവിന്റെ ടീച്ചിങ്സിൽ കൂടെ മനസ്സിലാക്കിയ വ്യക്തികൾ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകുവാണെങ്കിൽ അവരോടുള്ള ഒരു ചോദ്യമാണ്, ന്യായപ്രമാണം കൊണ്ട് നീതീകരണം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ക്രിസ്തു എന്തിനു മരിച്ചു? അത് വെറുതെ അല്ലേ? അപ്പൊ ഉപദേശം മനസ്സിലാക്കുന്ന ആളുകൾ ഉടനെ അതിന് മറുപടി പറയും, കർത്താവ് മരിച്ചത് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്ത യാഗമായിട്ടാണ്. ആ പ്രായശ്ചിത്തം കർത്താവ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് നീതി ലഭിച്ചത്. അങ്ങനെയെങ്കിൽ അതിന്റെ മറുപടി, ഓക്കെ, നീതി വരുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലെ ആണെങ്കിൽ പിന്നെ ഞാൻ ന്യായപ്രമാണത്തിന്റെ പുറകെ പോയാൽ ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ലേ? ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം പ്രാപിക്കാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയാണ് ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ് പിന്നെ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകുവാണെങ്കിൽ ക്രിസ്തുവിൽ കൂടുള്ള ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കുകയല്ലേ? കാരണം ന്യായപ്രമാണത്തിൽ കൂടെ നീതീകരണം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ക്രിസ്തു എന്തിനു മരിച്ചു? ക്രിസ്തു മരിച്ച ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞ് അതല്ല ഇതൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്തിന്? ഇത് മാത്രം മതിയായിരുന്നല്ലോ. അതാണ് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഇവിടെ ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല.
എന്ന് ഈ പുസ്തകം എഴുതിയ പൗലോസിനെ കൊണ്ട് ദൈവാത്മാവ് പറയുന്നതിന്റെ പുറകെ ഒരു കാരണമുണ്ട്. ചില സമയത്ത് ഉപദേശം പഠിപ്പിക്കുമ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് ആവശ്യമാണ്, ചില സമയത്ത് ഇൻഡയറക്ട്ലി പറയേണ്ടത് ആവശ്യമാണ്. 2-ാം അധ്യായത്തിൽ ഇൻഡയറക്ട്ലി പൗലോസ് തന്റെ ജീവിതവും തന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് സോഫ്റ്റ് ആക്കുവാണ്, അവരുടെ മനസ്സുകളെ തുറക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ന്യായപ്രമാണത്തെ സഭയുടെ മേളിൽ അടിച്ചേൽപ്പിക്കുവാന്ന് മനസ്സിലാക്കത്തില്ല. കാരണം ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ സഭയിൽ മനുഷ്യനിർമ്മിതമായ ചടങ്ങുകൾക്ക് അധീനരായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ചടങ്ങുകൾ കണ്ട് അതിൻ്റെ അധീനരായി ആ ചടങ്ങുകൾ ആചരിച്ച് മത്തരായ നമ്മൾ മനുഷ്യനിർമ്മിതമായ ചടങ്ങുകൾ സഭയിൽ അടിച്ചേൽപ്പിക്കുകയെന്നുള്ളത് പലപ്പോഴും മനസ്സിലാകത്തില്ല. ഞാൻ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് ഓർപ്പിച്ചായിരുന്നല്ലോ, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഗലാത്യ സഭയിൽ നടന്നത്, ഇത് തന്നെയാണ് യെരുശലേമിൽ നടന്നത്. യെരുശലേമിൽ പരീശപക്ഷക്കാര് യാക്കോബും മറ്റ് ശിഷ്യന്മാരൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും പത്രോസിന് ദൈവം ഡയറക്ട്ലി വെളിപ്പാടിൽ കൂടെ യഹൂദനും യവനനും തമ്മിലുള്ള അന്തരം മാറ്റിക്കഴിഞ്ഞ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് പോലും പരീശപക്ഷക്കാര് അവരെ വളരെ കർശനമായിട്ട് അവരുടെ ഉപദേശം പഠിപ്പിക്കുകയും വളരെ നിർബന്ധമായിട്ട് വിജാതിയർ രക്ഷയുടെ അനുഭവത്തിൽ വന്നാൽ അവർ പരിച്ഛേദന ഏൽക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് എബ്രായർ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഒരിക്കൽ എല്ലാം ലഭിച്ചു കഴിഞ്ഞ് പിന്നെ അതിലേക്ക് മടങ്ങിപ്പോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുന്ന കാര്യം അസാധ്യമാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പിന്നെ ന്യായപ്രമാണത്തെ സഭയുടെ മേളിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരെ മാനസാന്തരപ്പെടുത്താൻ സാധ്യമല്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വേർപാട് സഭയിൽ നിന്ന് തന്നെ മാറിപ്പോയ എക്സ്ക്ലൂസീവ് ബ്രദറൻ. അവർക്ക് അവരുടെ മനുഷ്യ നിർമ്മിത ആചാരങ്ങൾ, ചടങ്ങുകൾക്ക് 1000 നീതീകരണമുണ്ട്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ അതൊന്നും വിടാൻ തയ്യാറല്ല. അവർക്ക് ദൈവമല്ല, ദൈവവചനമല്ല അവർക്ക്, അവരുടെ വചനമാണ് അവർക്ക്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് എബ്രായ ലേഖനം 6-ാം അധ്യായം പറയുന്ന അവരെ മാനസാന്തരത്തിന് വേണ്ടി പുതുക്കാൻ അസാധ്യമാണ്. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് എബ്രായ ലേഖനം 6-ാം അധ്യായം പറയുന്നത് പോലെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ മനുഷ്യനിർമ്മിത ചടങ്ങുകളും കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ മുള്ളും ഞെരിഞ്ഞിലുമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലാണ് നമ്മൾ മുള്ളും ഞെരിഞ്ഞിലിനെ കുറിച്ച് വായിക്കുന്നത്. കൃഷി ചെയ്യുന്നതിന് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള സസ്യാദികളെ ഉത്പാദിപ്പിക്കുന്നതിന് പകരം അവർ മുള്ളും ഞെരിഞ്ഞിലുമാണ്. ഈ എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്ന് പറഞ്ഞ കൾട്ടിൽ നിന്ന് ഫൈനലി വേർപെട്ട് വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ടെസ്റ്റ് മണി കേട്ട് കഴിഞ്ഞാൽ ഈ കൾട്ടിൽ മനുഷ്യനിർമ്മിത നിയമങ്ങൾ വളരെ ഒപ്രസീവായിട്ട് ആ ഗ്രൂപ്പിലുള്ള പലരെ മാനസികമായിട്ട് പൂർണ്ണമായിട്ട് തകർന്നു പോയതായിട്ട് തന്നെ അവരുടെ ടെസ്റ്റ് മണിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും ഒപ്രസീവാണ്. മനുഷ്യനിർമ്മിത ചടങ്ങുകൾ ക്രമേണ ടേക്ക് ഓവർ ചെയ്ത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്നുള്ള ഉപദേശത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു.
അത് ദൈവാത്മാവ് ഇവിടെ ഒരു പ്രാവശ്യം കൂടെ വ്യക്തമാക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ റോമാലേഖനം 11:6 നാം വായിക്കുന്നു. റോമർ 11:6 നാം വായിക്കുന്നത്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. കൃപ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അർഹിക്കാത്ത ആനുകൂല്യം നമുക്ക് ലഭിക്കുക. അങ്ങനെ നമ്മൾക്ക് ലഭിക്കാത്തത് ലഭിച്ചു കഴിഞ്ഞ് അർഹിക്കാത്തത് ലഭിച്ചു കഴിയുമ്പോൾ അതിന് ഒരു കൂലി കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മനുഷ്യനിർമ്മിതമായ ചടങ്ങുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൃപയല്ലെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 നാം വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നീതീകരണം പ്രാപിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ പ്രവൃത്തി, അല്ലെ നീതീകരണത്തിന് വേണ്ടി നീതീകരണം മനുഷ്യന്റെ പ്രവൃത്തിയിൽ കൂടെയല്ല. രക്ഷ പ്രാപിച്ചു കഴിഞ്ഞും വിശ്വാസ ജീവിതത്തിൽ, അല്ലെ പ്രായോഗിക ജീവിതത്തിലുള്ള നീതീകരണവും ന്യായപ്രമാണത്തിൽ കൂടെയല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതത്തിൽ കൂടെയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 ഇത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. റോമർ 3:20-21, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. രക്ഷയ്ക്ക് മുൻപുള്ള നീതീകരണമോ രക്ഷ കഴിഞ്ഞ അനുദിന ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിലുള്ള നീതീകരണമോ അത് ന്യായപ്രമാണത്തിൽ കൂടെ അല്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഗലാത്യ വിശ്വാസികൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അവരെ ഒരു പ്രാവശ്യം കൂടെ ഇത് ഓർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതാണ് ഗലാത്യ ലേഖനം 2:21 നാം വായിക്കുന്നത്. ക്രമേണ പുതിയ നിയമത്തിലുള്ള എല്ലാ ലേഖനങ്ങളും വളരെ വ്യാപകമായിട്ട് കോപ്പി ചെയ്ത് പുതിയ നിയമത്തിൽ 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട എല്ലാ സഭകളിലും എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം AD 35 എഴുതിയത്. മത്തായി എഴുതിയ സുവിശേഷം. മർക്കോസ് അത് കഴിഞ്ഞാണ് വന്നത്. മത്തായി മർക്കോസും എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ദൈവവിശ്വാസീയമായ ഗ്രന്ഥമാണ് എഴുതിയത്. ദൈവവിശ്വാസ്യമല്ലാത്തതും ധാരാളം ആളുകൾ എഴുതി. ഒരു സമൂഹത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. ചിലത് ഔദ്യോഗിക റിപ്പോർട്ടായിരിക്കും, ചിലത് ഔദ്യോഗിക അല്ലാത്ത റിപ്പോർട്ടായിരിക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് വലിയൊരു ചരിത്ര സംഭവമായതുകൊണ്ടും അതിൻ്റെ പ്രഭാവം എല്ലാവരിലും ഉണ്ടായതുകൊണ്ടും അതിൻ്റെ ആഘാതം വളരെ ദൂരവ്യാപകമായിരുന്നതുകൊണ്ട് ധാരാളം ആളുകൾ എഴുതി തുടങ്ങിയായിരുന്നു എന്നുള്ള കാര്യം ഓർപ്പിച്ചു പോകട്ടെ. 1-ാം നൂറ്റാണ്ടിൽ പെപ്പിറസ് എന്ന് പറഞ്ഞ റൈറ്റിംഗ് മെറ്റീരിയൽ സുലഭമായതോടെ, അതുപോലെ പഴയ നിയമത്തിൽ നിന്ന് ദൈവവചനത്തിന്റെ കോപ്പി എല്ലാ വ്യക്തികളുടെ കയ്യിലും ഉണ്ടായിരിക്കണം എന്ന പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നത് കൊണ്ടും ദൈവവചനം കാണാതെ പഠിക്കണം എന്നുള്ള ആ ഒരു പരിചയം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ലഭിച്ചതിന്റെ കാരണം കൊണ്ട് പുതിയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതി
തുടങ്ങിയതോടെ കോപ്പിയും ചെയ്തു തുടങ്ങി. 3-4 രീതിയിലുള്ള കോപ്പീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒന്ന്, ഈ എഴുതിയ ആളുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ശാസ്ത്രിമാരും അവർ എഴുതിയതിൻ്റെ കൂടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്തു. അതല്ലാതെ റൈറ്റിംഗ് മെറ്റീരിയൽ സുലഭമായതുകൊണ്ട് ആദ്യകാലം തൊട്ട് ദൈവവചനം പ്രസംഗിച്ച ആളുകൾ അവർക്ക് ആവശ്യമുള്ള വാക്യങ്ങൾ ഈ പെപ്പിറസിൽ എഴുതി പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിൽ നിന്ന് വായിക്കുമായിരുന്നു. സൺഡേ സ്കൂൾ പോലെ പേരൻസ് അവരുടെ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കുട്ടികൾ അവരുടെ ആവശ്യത്തിനുള്ള വാക്യങ്ങൾ പെപ്പിറസിൽ എഴുതിയെടുക്കുമായിരുന്നു. അങ്ങനെ റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ച വാക്യം അത് ക്രമേണ എവൻച്വലി ഗലാത്യ വിശ്വാസികളുടെ കയ്യിൽ എത്തിയായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർപ്പിച്ചു പോകട്ടെ. കാരണം പെട്ടെന്ന് ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞു നിന്നിരിക്കും, ബ്രദറെ റോമാലേഖനത്തിൽ നിന്ന് ആ ബ്രദർ വായിച്ചത് ഇത് ഗലാത്യ വിശ്വാസികൾക്ക് അറിയാമായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സഭകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു അടുത്തടുത്തുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വേദപുസ്തകത്തിന്റെ മാന്യസ്ക്രിപ്റ്റ്സ് അവിടെ എല്ലാം എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആർക്കിയോളജിക്കൽ തെളിവുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9 നാം വായിക്കുന്നത്, ഫിലിപ്പിയർ 3:9, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. വേദപുസ്തകം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമാണ്, ന്യായപ്രമാണത്തിൽ കൂടെയല്ല വിശ്വാസത്തിൽ കൂടെയാണ് നീതി. ഈ ലേഖനങ്ങളെല്ലാം വളരെ വൈഡായിട്ട് സർക്കുലേറ്റ് ചെയ്യുമായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് വിശ്വാസികൾക്ക് നാം ഇന്ന് റെഫറൻസ് വായിക്കുന്നത് പോലെ അന്നും ഇത് സുലഭമായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. തീത്തോസ് 3:5 തീത്തോസ് 3:5 നാം വായിക്കുന്നത്, അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പൊ ഈ ലെറ്റേഴ്സ് വളരെ വ്യാപകമായിരുന്നതുകൊണ്ട് ഗലാത്യ വിശ്വാസികൾക്ക് അവർക്ക് ലഭിച്ച ദൈവാത്മാവ് പൗലോസിൽ കൂടെ അവർക്ക് നൽകിയ ഈ ലേഖനത്തിൽ കൂടെ മാത്രമല്ല മറ്റ് ലേഖനങ്ങളിൽ കൂടെയും ദൈവാത്മാവ് ഈ കാര്യങ്ങൾ ഗലാത്യ വിശ്വാസികളെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു, അറിയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. 2-ാം അധ്യായത്തിന്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞാൽ, 1, മനുഷ്യർക്ക് ചടങ്ങുകളിൽ അധിഷ്ഠിതമായ ആത്മീകത വലിയ താല്പര്യമാണ്. അത് പഴയ നിയമത്തിലും നാം കാണുന്നുണ്ട്, പുതിയ നിയമകാലത്തും കാണുന്നുണ്ട്, ഇന്നും കാണുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേര് കത്തോലിക്ക പള്ളിയിലോ മാർത്തോമ പള്ളിയിലോ യാക്കോബ പള്ളിയിലോ പോയി അവരുടെ ഒരു സ്പിരിച്വൽ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. യൂട്യൂബിലൊക്കെ അത് ധാരാളം കാണാനുണ്ട്. നമ്മൾ അവരുടെ സൺഡേ പ്രോഗ്രാമും നമ്മുടെ സൺഡേ പ്രോഗ്രാമും കൂടെ ഒന്ന് കമ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഭകളിൽ ചടങ്ങുകൾ വളരെ മിനിമം ആയതുകൊണ്ട് വിശ്വാസികൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ചെന്നാൽ പോലും അവിടെ അരാജകത്വമാണ്. ചിലരൊക്കെ വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാട്ടിന്റെ നമ്പർ ഡിക്ലെയർ ചെയ്ത് പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പോലും അവരുടെ വർത്തമാനം നിർത്താറില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു തീർത്തെങ്കിലേ നിർത്തത്തുള്ളൂ എന്ന് ചിലർക്ക് വലിയ നിർബന്ധമാണ്.
എന്നാൽ മാർത്തോമാ യാക്കോബ കത്തോലിക്ക ചർച്ചസിൽ അത് നടക്കത്തില്ല. അവിടെ ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഇൻഫാക്ട് പള്ളിക്കകത്ത് അവർ കയറിക്കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. മനുഷ്യർക്ക് മനുഷ്യനിർമ്മിത ചടങ്ങുകളോടുള്ള പ്രേമത്തിന്റെ കാരണം കൊണ്ട് ഈ ചർച്ചസ് എല്ലാം 1000 ചടങ്ങുകൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം കൊണ്ട് ഈ ചർച്ചസിൽ കയറി ചെല്ലുന്നവർ പിൻ ഡ്രോപ്പ് സൈലൻസ് ഒബ്സർവ് ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ചടങ്ങുകൾ അടിച്ചേൽപ്പിച്ചതിൽ കൂടെ ദൈവഭക്തിയും ദൈവഭയമല്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനവും ദൈവാത്മാവും നമ്മുടെ മനസ്സുകളെ നിയന്ത്രിച്ച് ദൈവത്തോടുള്ള ഭക്തിയുടെ കാരണം കൊണ്ട് വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടുമ്പോൾ ആ ഭക്തിയും ആ ദൈവഭയവും നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കണം. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഗലാത്യ ലേഖനം 2-ാം അധ്യായം ഓർപ്പിക്കുന്നത് മനുഷ്യർക്ക് മനുഷ്യനിർമ്മിത ചടങ്ങുകളോട് വലിയ സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പാടില്ല. കാരണം ആ സ്നേഹം നമ്മെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകും. സമുദായങ്ങളിൽ നാം കാണുന്നത് ആളുകൾ എന്തോ ഒരു ഭക്തിയാണ് പ്രദർശിപ്പിക്കുന്നത്. കാരണം മനുഷ്യർക്ക് ചടങ്ങുകളോട് സ്നേഹമാണ്. ചടങ്ങുള്ളിടത്ത് കൃപയാലുള്ള സുവിശേഷം പറയേണ്ട ആവശ്യമില്ല. അവർ അമ്മയുടെ ഉദരത്തിൽ വരുമ്പോൾ തൊട്ട് മരിക്കുന്നതുവരെയും മരിച്ചു കഴിഞ്ഞും ഈ ചടങ്ങുകളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അത് മനുഷ്യന്റെ നേച്ചർ ആണെന്നുള്ളത് നാം കാണുന്നു. അത് തന്നെയാണ് ഗലാത്യ ലേഖന 2-ാം അധ്യായം പറയുന്നത്. ഈവൻ ലോകത്തിലുള്ള നാസ്തിക മതങ്ങൾ അവർക്ക് പോലും ഉണ്ട് ചടങ്ങുകൾ. നിങ്ങൾ ചോദിച്ചതായിരിക്കും, മതം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അല്ല, നാസ്തിക മതങ്ങളുമുണ്ട്. ഉദാഹരണം ടൗ, ഷിൻറ്റോ. അത് നിങ്ങൾ കണ്ടു കാണത്തില്ല. ഇന്ത്യയിലുള്ള ജൈന മതവും ബുദ്ധമതവും നാസ്തിക മതങ്ങളാണ്. അവർ ദൈവാസ്തിക്യത്തെ നിഷേധിക്കുന്നു. ഒരു ദൈവം ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ ഈ നാസ്തിക മതങ്ങളിൽ ചടങ്ങുകള് വൺ ആഫ്റ്റർ അനദർ കൂട്ടിച്ചേർത്ത് അവരുടെ ചടങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. മനുഷ്യന് ചടങ്ങുകളോട് വലിയ സ്നേഹമാണ്, വലിയ അറ്റാച്ച്മെന്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഈ മതങ്ങളിൽപ്പെട്ടവർ എന്തെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവവചനം ഓർപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, 1 യോഹന്നാൻ 1:9 ഓർപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപത്തിൽ പെട്ടുപോയാൽ തന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം ആ പാപത്തെ ക്ഷമിക്കുവാനും മറ്റ് എല്ലാ നമ്മുടെ ജീവിതത്തിലുള്ള അധർമ്മത്തിൽ നിന്ന് നമ്മളെ ശുദ്ധമാക്കുന്നു. ഈ മതങ്ങളിൽ എന്തെങ്കിലും പാപം ചെയ്താൽ ചടങ്ങുകളിൽ കൂടെ മാത്രമേ പാപക്ഷമയുള്ളൂ. ആൻഡ് പാപം എത്ര സീരിയസ് ആണ്, എത്ര ഘനകരമായ പാപമാണ്, ചടങ്ങുകളും അത്രയും സീരിയസ് ആയി തീരുകയാണ്. മനുഷ്യൻ എന്നും ചടങ്ങുകളോട് സ്നേഹമുള്ളവനാണ്. അതിന്റെ കാരണം മനുഷ്യന്റെ പാപ സ്വഭാവമാണ്. പാപ സ്വഭാവം എന്നും ദൈവത്തെ നിഷേധിച്ച് മനുഷ്യന്റെ കഴിവിലുള്ള കർമ്മങ്ങളെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് പാപ സ്വഭാവം. ദൈവവചന സ്വാതന്ത്ര്യത്തെ ഘോഷിക്കുമ്പോൾ നമ്മുടെ പാപ സ്വഭാവം അടിമത്വത്തെ ഘോഷിച്ച്
നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള അടിമത്വത്തെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മതങ്ങളെല്ലാം മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്നുണ്ടായതാണെന്ന് ഓർപ്പിക്കട്ടെ. അതിന്റെ കാരണം കൊണ്ടാണ് കർത്താവ് മോശയിൽ കൂടെ ഫറവോന്റെ മുൻപിൽ ചില അത്ഭുതങ്ങൾ കാണിച്ച് 10 ആപത്തുകൾ ഈജിപ്ഷ്യൻസിനെതിരെ അയച്ച് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടും സീനയിൽ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിനൊന്നും ഒരു തടസ്സമുണ്ടായില്ല. എന്നിട്ട് ഒരു വ്യക്തിയെ കാണാതെ പോയപ്പോൾ 2 കാര്യങ്ങൾ അവർ തീരുമാനിച്ചു. നമ്മളെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ദൈവത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കണം. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ദൈവത്തെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈജിപ്തിന്റെ ദൈവത്തെയാണ് അവർ ഉണ്ടാക്കിയത്. ഈജിപ്തിലെ വളരെ പ്രസിദ്ധമായ ദൈവം അപ്പിസ് ആണ് കാളക്കുട്ടിയായിട്ട് അവർ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ ഈജിപ്തിലെ അപ്പിസായ ദൈവമാണ് ഈജിപ്തിനെതിരെ പ്രവർത്തിച്ച് ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നത് എന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ദൈവത്തിന്റെ ഗൈഡൻസിൽ ഈജിപ്തിൽ മടങ്ങിപ്പോകണം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. മനുഷ്യന്റെ മനസ്സിൽ എന്നും ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് എത്രയോ അത്ഭുതകരമായ രീതിയിൽ സ്വതന്ത്രമാക്കി, അവരെ രക്ഷിച്ചു. മരുഭൂമിയിൽ അവർക്ക് ഭക്ഷണത്തിനും ഭക്ഷണപാനീയത്തിനും ഇതുവരെ ഷോർട്ടേജ് ഒന്നുമില്ലായിരുന്നു. ആകെ മോശെ ഒന്ന് കാണാതെയായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവരുടെ മനസ്സ് വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞു, വിഗ്രഹത്തെ നിർമ്മിച്ചു. വിഗ്രഹത്തിന്റെ ചുറ്റിനുമുള്ള ആ വർഷിപ്പ്, ആ ചടങ്ങ് ഈജിപ്ഷ്യൻസ് ചെയ്തതുപോലെ തന്നെ ഇവർ ചെയ്തതായിട്ട് നാം കാണുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ, വിശ്വാസികളുടെ ഹൃദയത്തിൽ ആ മനുഷ്യനിർമ്മിത ചടങ്ങുകളോടുള്ള സ്നേഹം ഒരു കാലത്തും മാറിപ്പോകാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സ്ക്ലൂസീവ് വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ മനുഷ്യനിർമ്മിത ചടങ്ങുകളെ എതിർത്താണ്. ഇംഗ്ലണ്ടിൽ തുടങ്ങിയതും അതിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയതും മനുഷ്യനിർമ്മിത ചടങ്ങുകളെ എതിർത്തായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലുള്ള ആ എക്സ്ക്ലൂസീവ് ബ്രദറൻ കൾട്ട്, അത് നമ്മളെ ഓർപ്പിക്കുന്നത് അവർ എന്ത് വിട്ടുവന്നു, അതിനേക്കാൾ ഭയാനകമായ ചടങ്ങുകളുടെ അടിമത്വമാണ് അവർ ഇന്ന് മെമ്പേഴ്സിന്റെ മേളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇത് സീനയിലുള്ള ആ സ്വർണ്ണ കാളക്കുട്ടിയുടെ ഒരു കോപ്പി മാത്രമാണ് നമ്മൾ ഇന്ന് എക്സ്ക്ലൂസീവ് ബ്രദറനിൽ കാണുന്നത്. രണ്ടാമത്തേത്, ലോകത്തിൽ ഏറ്റവും അധികം ധനം, ഏറ്റവും അധികം ജ്ഞാനം, ഏറ്റവും അധികം മാനം ദൈവം നൽകിയ വ്യക്തിയായിരുന്നു ശലോമോൻ. ശലോമോനിൽ കൂടെ ദൈവാത്മാവ് എഴുതിപ്പിച്ച 31 അധ്യായങ്ങളാണ് പ്രോവേർബ്സ്. നമ്മൾ ദൈവവചനത്തെ സദൃശവാക്യത്തിൽ കാണുന്നത്. ദൈവജനം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. സാംസ്, പ്രോവേർബ്സ്, സങ്കീർത്തനം സദൃശവാക്യത്തിൽ നാം കാണുന്നത്. അതല്ലാതെയും ശലോമോൻ എഴുതിയായിരുന്നു. സദൃശവാക്യത്തിൽ 31 അധ്യായങ്ങളേ ഉള്ളൂ. ഒരധ്യായത്തിൽ 30 വാക്യം ഉണ്ടെങ്കിൽ 900 സദൃശവാക്യങ്ങളേ ഉള്ളൂ. ശലോമോൻ എല്ലാം കൂടെ 3000-ഓളം സദൃശവാക്യങ്ങളെ എഴുതിയത്. അതില് ദൈവാത്മാവ് വിശ്വാസികൾക്ക് പ്രയോജനം ഉള്ളതെന്നും അത് കണ്ട് അത് ദൈവാത്മ പ്രേരിതമായിട്ടുള്ളത് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ 3000 സദൃശവാക്യങ്ങൾ എഴുതിയ ആളാണ്. സയൻസിന്റെ ടെക്സ്റ്റ് ബുക്സ് എഴുതിയ ആളാണ്. ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട വ്യക്തിയാണ്. ആ വ്യക്തി തൻ്റെ അവസാന സ്റ്റേജില്
വിഗ്രഹങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും വിഗ്രഹങ്ങൾക്ക് പോയി അർച്ചന ചെയ്തതായിട്ട്, ദേവാലയങ്ങൾ പണിതു കൊടുത്തു, വിഗ്രഹങ്ങൾക്ക് പോയി വർഷിപ്പ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉസ്യാവിനെ കുറിച്ച് നാം കാണുന്നു. യാഗം ആവശ്യമാണ്. എന്നാൽ യാഗം ആരാണ് നടത്തേണ്ടത് എന്നുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ മറന്ന് യാഗം ആവശ്യമാണെന്ന് മാത്രം ചിന്തിച്ച് ഉസ്യാവ് യാഗം അർപ്പിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ പ്രവേശിച്ചത് നമ്മൾ കാണുന്നു. അവന് ഒരു കുഷ്ഠരോഗിയായി മാറി. കാരണം ഈ ചടങ്ങുകൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അതിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഉസ്യാവ് നോക്കിയപ്പോൾ പെരുമാറ്റച്ചട്ടം അല്ല കൂടുതൽ ഇമ്പോർട്ടന്റ്, ആ ചടങ്ങാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അങ്ങനെയാണ് ഉസ്യാവ് ഇങ്ങനെ കുഷ്ഠരോഗിയായി മാറിയത്. ഇസ്രായേൽ മക്കള് എന്നും വിഗ്രഹങ്ങളുടെ പുറകെയും അതിൻ്റെ ചടങ്ങുകളുടെ പുറകെ പോയതായിട്ട് നാം കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഞങ്ങള് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുന്നത്. ഓരോ ദിവസം വായിക്കുമ്പം മനസ്സിന് ഷോക്കാണ് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങൾ. ഈവൻ ചില രാജാക്കന്മാര് ഒരു നവീകരണത്തിന്റെ ആരംഭമിട്ടെങ്കിലും അവരെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ബാലിന്റെ വിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളെയും അവർ ആരാധിച്ചിരുന്ന ഹൈ പ്ലേസസിനെ ഇവർ നശിപ്പിച്ചില്ല. കാരണം സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയെന്ന് ഗലാത്യരോട് പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഇവരൊക്കെ ദൈവത്തെ ആരാധിച്ചെങ്കിലും ആ വിഗ്രഹത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യയിൽ ഇതേ പ്രോബ്ലമായിരുന്നു. ഇന്ന് വേർപാട് സഭകളിൽ ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ ഓർപ്പിക്കട്ടെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നാം എല്ലാവരും കാണാതെ പഠിച്ചിരിക്കേണ്ടതും നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിക്കേണ്ടതുമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെ കുടുങ്ങിപ്പോകരുത്. ആ കുടുങ്ങി എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നുകം എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഇന്ന് നുകം അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങ് വളരെ ഡീപ്പ് വില്ലേജസിലൊക്കെ ചിലടത്ത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ട്രാക്ടർ വന്നതോടെ നുകമൊക്കെ ഇല്ലാതെ ആയിരിക്കുകയാണ്. ആ നുകം കണ്ടിട്ടുള്ളവർക്കാണ് അതിന്റെ പ്രത്യേകത അറിയാവുന്ന. ഒരു പ്രാവശ്യം നുകം വെച്ച് കഴിഞ്ഞാൽ ആ കാളയ്ക്ക്, അല്ലെ 2 കാളകളെയാണ് സാധാരണ നുകം വെക്കുന്നത്. ഒന്നിനെ ഉപയോഗിക്കാറുണ്ടെന്ന് യൂഷ്വലി 2 കാളകളുടെ മേളിലാണ് നുകം വെക്കുന്നത്. ആ നുകം വെച്ച് കഴിഞ്ഞാൽ ആ കാള ആഗ്രഹിച്ചാൽ പോലും അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ സാധിക്കത്തില്ല. അപ്പം അടിമത്വം, മനുഷ്യനിർമ്മിത അടിമത്വം ഒരു നുകമാണെന്നും ഒരു പ്രാവശ്യം ഒരു വിശ്വാസി അതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ നുകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ സ്വതന്ത്രമാകാൻ സാധിക്കത്തില്ലെന്ന് ദൈവവചനം ഉപയോഗിക്കുന്ന. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെയുള്ള ആലങ്കാരിക ഭാഷകൾ ഉപയോഗിക്കുന്നത്. വിശ്വാസികളായ നമുക്ക് കേൾക്കാൻ മനസ്സില്ല, കേട്ടാൽ അത് ശ്രദ്ധിക്കാൻ മനസ്സില്ല. അങ്ങനെയുള്ളവരെ ഏതെങ്കിലും രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ച് കേൾപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതിനാണ് ദൈവാത്മാവ് ഈ അക്ഷരാർത്ഥത്തിലുള്ള ഭാഷയുടെ കൂടെ ആലങ്കാരിക ഭാഷയോട് ഉപയോഗിക്കുന്നത്. അടിമത്വം ഒരു നുകമാണ്. ദൈവവചനം ഓർപ്പിക്കുന്നത് പിന്നെയും കുടുങ്ങിപ്പോകരുത്. പിന്നെയും എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതോടെ അവർ അടിമനുകത്തിൽ നിന്ന് സ്വതന്ത്രരായവരാണ്. മടങ്ങിപ്പോവാണെങ്കിൽ അത് പിന്നെയും കുടുങ്ങുകയാണ്. ആദ്യം കുടുങ്ങിക്കിടക്കുമായിരുന്നു, ദൈവാത്മാ അതിൽ നിന്ന് സ്വതന്ത്രരാക്കി, പിന്നെയും കുടുങ്ങുകയാണ്. കുടുങ്ങുക എന്നുള്ള വാക്ക്, അടിമനുകത്തിന്റെ താഴെ കാള ചെന്ന് നിൽക്കുമ്പോൾ
കാളയുടെ കഴുത്തേൽ ഒരു പ്രത്യേക രീതിയിലുള്ള കെട്ട് കെട്ടും. ആ കെട്ട് കെട്ടി കഴിയുമ്പോൾ പിന്നെ അതിനെ അഴിച്ച് അതിൽ നിന്ന് മാറാൻ സാധിക്കത്തില്ല. അതവിടെ എപ്പം വരെ ഉടമസ്ഥൻ അത് അഴിക്കുന്നില്ല അതുവരെ കാള അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, സ്വാതന്ത്ര്യത്തിനായി നമ്മളെ സ്വതന്ത്രരാക്കി അടിമതുകത്തിൽ നിന്നാണ് നാം സ്വതന്ത്രരായത്, പിന്നെ അതിൽ കുടുങ്ങരുത്. ഇതോടെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നു. മൂന്നാമത്തെ അധ്യായത്തിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയട്ടെ. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ദൈവാത്മാവ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. അത് കഴിഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. നിങ്ങൾ എന്നുള്ള പദപ്രയോഗത്തിന് പകരം പലയിടത്ത് ദൈവാത്മാവ് എഴുതിയ എഴുത്തുകാരനായ പൗലോസിനെ കൊണ്ട് ഞാൻ, ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ട് അവരുടെ മനസ്സുകളെ പിടിച്ചെടുക്കുകയാണ്. ഇത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എത്ര ആവർത്തിച്ചാലും തികയാത്ത ഒരു കാര്യമാണ്, നമ്മൾ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ദൈവവചനം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ പെരുമാറ്റച്ചട്ടം ഉപയോഗിക്കണം. ദൈവവചനം പഠിപ്പിക്കുന്നതിനുമുണ്ട് ഒരു പെരുമാറ്റച്ചട്ടം. കേൾക്കുന്ന ആളുകളുടെ മനസ്സുകളെ നാം തയ്യാറാക്കണം. അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ സംസാരിക്കണം. വേണ്ട ഉദാഹരണങ്ങൾ പറയണം. അവർ ശ്രവിച്ചു തുടങ്ങുമ്പോൾ വിഷയം വേണമെങ്കിൽ കുറച്ചുകൂടെ ടഫാക്കാം. അതുകൊണ്ട് 3-ാം അധ്യായത്തിലാണ് വിഷയം ഡയറക്ട്ലി ആൻഡ് സീരിയസ്ലി ദൈവാത്മാവ് അവതരിപ്പിക്കുന്നത്. 3-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തെയും വിശ്വാസത്തെയും തമ്മിൽ തുലനം ചെയ്തിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെയും പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയ വിശ്വാസത്തെയും തമ്മിൽ തുലനം ചെയ്യുന്നു. ഞാൻ പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയതെന്ന് പറയാൻ കാരണം, നീതീകരണം എന്നും വിശ്വാസത്താലേ ആയിരുന്നു. പഴയ നിയമത്തിൽ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ലാസ്റ്റ് 1/3 അത് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലും വിശ്വാസം എന്നുള്ള കാര്യം, വിശ്വാസത്തിൽ കൂടെയാണ് നീതീകരണം എന്നുള്ളത് വ്യക്തമായിരുന്നു. ബെരോയയിലെ വിശ്വാസികളോട് പുതിയ നിയമ സത്യങ്ങൾ അറിയിച്ചപ്പോൾ ബെരോയയിലെ വിശ്വാസികൾ എന്താ ചെയ്തത്? വിശുദ്ധ തിരുവെഴുത്തിൽ ഈ പറയുന്ന കാര്യം ഇങ്ങനെയൊന്ന് അവർ അന്വേഷിച്ച്, ഏതാ ഈ വിശുദ്ധ തിരുവെഴുത്ത്? പഴയ നിയമം. ഇപ്പൊ പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അത് പഴയ നിയമത്തിൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് പുതിയ നിയമം നൽകുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പുതിയ നിയമ യുഗത്തിൽ ന്യായപ്രമാണത്തെയും വിശ്വാസത്തെയും കൂടെ തുലനം ചെയ്യുന്ന ഒരു അധ്യായമാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം. ഇത് 6 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 6 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 1-ാം സെക്ഷൻ 1 തൊട്ട് 5-ാം വാക്യം വരെ. 1-ാം സെക്ഷൻ 1 തൊട്ട് 5-ാം വാക്യങ്ങളിൽ വിശ്വാസത്തെ ത്യജിച്ച് ന്യായപ്രമാണത്തെ അംഗീകരിക്കുന്നതിന്റെ ഫൂളിഷ്നെസ്, ന്യായപ്രമാണത്തിന് വേണ്ടി, അല്ലെ അത് മറ്റൊരു രീതി പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് വേണ്ടി വിശ്വാസത്തെ ത്യജിക്കുന്നത് ആ ഫൂളിഷ്നെസ്. 2-ാമത്തെ സെക്ഷൻ 6 തൊട്ട് 9-ാം വാക്യമാണ്. 6 തൊട്ട് 9 2-ാമത്തെ സെക്ഷൻ വ്യക്തമാക്കുന്നത് ന്യായപ്രമാണം ആചരിക്കുന്നവരുടെ പിതാവായ അബ്രഹാം പോലും നീതീകരണം പ്രാപിച്ചത് ന്യായപ്രമാണത്തിൽ കൂടെയല്ല, വിശ്വാസത്തിൽ കൂടെയാണ്. ന്യായപ്രമാണം ആചരിക്കുന്നവരുടെ പിതാവായ അബ്രഹാം ന്യായപ്രമാണത്തിന്റെ അടയാളമായ പരിച്ഛേദന ഏറ്റു. എന്നാൽ
നീതീകരണം പരിച്ഛേദനയിൽ കൂടെ അല്ലായിരുന്നു, വിശ്വാസത്തിൽ കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് അബ്രഹാമിന്റെ വിശ്വാസം നമുക്കൊരു മാതൃകയാണ്. ഇതാണ് 6 തൊട്ട് 9 വാക്യത്തിൽ നാം കാണുന്നത്. മൂന്നാമത്തെ സെക്ഷൻ 10 തൊട്ട് 14 വാക്യങ്ങൾ. 10 തൊട്ട് 14 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടെ ശാപം മാത്രമേ വരത്തുള്ളൂ, അനുഗ്രഹം ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണത്തിൽ കൂടെ ശാപം മാത്രമേ വരത്തുള്ളൂ, അനുഗ്രഹം ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. പിന്നെയും പെട്ടെന്ന് ചോദിച്ചെന്നിരിക്കും, അപ്പൊ പിന്നെ ന്യായപ്രമാണം എന്തുകൊണ്ട് തന്നു? ന്യായപ്രമാണത്തിൽ കൂടെ ശാപം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ കൂടെ ദൈവം അവരെ ശപിച്ചെന്നുള്ള അർത്ഥമല്ല. ന്യായപ്രമാണം ആചരിക്കുന്നവർ അതിൽ കൂടെ അവരുടെ ജീവിതം പാപം നിറഞ്ഞതാണെന്നും അവർക്ക് ഇതിൽ കൂടെ നീതീകരണം പ്രാപിക്കാൻ സാധിക്കത്തില്ലെന്നുള്ളത് മനസ്സിലാക്കുന്ന അതിനാണ് ന്യായപ്രമാണത്തിൽ കൂടെയുള്ള ശാപം എന്ന് ദൈവവചനം പുതിയ നിയമത്തിൽ പലയിടത്തും പറയുന്നത്. നാലാമത്തെ സെക്ഷൻ 15 തൊട്ട് 18 വാക്യങ്ങൾ. 15 തൊട്ട് 18 വാക്യങ്ങൾ. അപ്പൊ ചിലർ വാദിച്ചെന്നിരിക്കും, അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതീകരണമായിട്ട് അബ്രഹാമിന് കണക്കാക്കി. എന്നാൽ ന്യായപ്രമാണം നൽകിയതോടെ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ഫസ്റ്റ് ഭാഗമാണ് പരിച്ഛേദന നൽകിയതോടെ ദൈവം അതിനു മുൻപ് അബ്രഹാമിനോട് പറഞ്ഞതെല്ലാം ഇല്ലാതെയായി. 15 തൊട്ട് 18 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് അബ്രഹാമിന്റെ കാലം കഴിഞ്ഞാണ് ന്യായപ്രമാണം ദൈവം വളരെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയത്. എന്നാൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയ ന്യായപ്രമാണം അബ്രഹാമിനോട് ദൈവം ചെയ്ത പ്രോമിസ്, അബ്രഹാമിന് ദൈവം നൽകിയ വിശ്വാസത്താലെയുള്ള നീതീകരണം അതിനെ അസാധുവാക്കുന്നില്ല. ന്യായപ്രമാണത്തിന്റെ പർപ്പസ് വേറെ, വിശ്വാസത്തിന്റെ പർപ്പസ് വേറെ. ഇത്രയും പറയുമ്പോൾ ചിലർ പിന്നെയും ചോദിച്ചെന്നിരിക്കും, പിന്നെ എന്തിനാ ഈ ന്യായപ്രമാണം നൽകപ്പെട്ടത്? 5-ാമത്തെ സെക്ഷൻ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ സെക്ഷൻ 19 തൊട്ട് 25 വാക്യങ്ങൾ. 19 തൊട്ട് 25 വാക്യങ്ങളിൽ ദൈവം എന്തിന് ന്യായപ്രമാണം നൽകി? നീതീകരണം വിശ്വാസത്താലേ എങ്കിൽ എന്തിന് ന്യായപ്രമാണം നൽകി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദീകരണമാണ്. ഇത്രയും ഉപദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രായോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളോട് പറയേണ്ടത് ആവശ്യം. അതാ ദൈവവചനത്തിന്റെ മോഡൽ, അതാ മാതൃക, അതാ. അപ്പൊ 6-ാമത്തെ സെക്ഷൻ 26 തൊട്ട് 29 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ സെക്ഷൻ 26 തൊട്ട് 29 വാക്യങ്ങൾ ക്രിസ്തുവിലുള്ള ഐക്യതയും തുല്യതയും. വിശ്വാസികളെല്ലാം ഒന്നാണ്, വിശ്വാസികളെല്ലാം തുല്യരാണ്. ആ കാര്യം ഈ ഭാഗത്ത് പറയുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 26 തൊട്ട് 29. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ 3-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കർത്താവ് ഇങ്ങനെ ഒരവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.